219 തദ്ഗാർഹസ്ഥ്യ പ്രവേശാർത്ഥി ശ്രദ്ധധാനോ ഹി നിർഭരം സുവിചിന്യ വിവാഹം തം വിദധീത യഥാക്രമം. തത് അതുകൊണ്ട് ഗാർഹസ്ഥ്യപ്രവേശാർത്ഥി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ശ്രദ്ധധാനഃ വിശ്വാസത്തോടുകൂടി നിർഭരം സുവിചിന്യ പൂർണ്ണമായി ആലോചിച്ചിട്ട് തം വിവാഹം ആ വിവാഹത്തെ യഥാക്രമം ക്രമമനുസരിച്ച് വിദധീതഹി പ്രവർത്തിക്കേണ്ടതാണ്. വിവാഹം എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതെ ഒരു ആലോചനയും ഇല്ലാതെ ചെയ്യേണ്ടതല്ല. അതിൽ വിശ്വാസം വേണം, അതിൻ്റെ ലക്ഷ്യബോധം വേണം. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നവൻ നല്ലപോലെ ആലോചിക്കണം. അറിഞ്ഞാലല്ലേ ആലോചിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഇതറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിനുശേഷമാണ് കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അയ്യോ, എൻ്റെ മകന് 25 വയസ്സായി, അല്ലെ മകൾക്ക് 24 വയസ്സായി, ആരെങ്കിലും പിടിച്ച് കെട്ടിക്കണമല്ലോ എന്ന് പറഞ്ഞ് നടക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ നാട്ടിലുണ്ട്. അതായത് 25 വയസ്സായി കഴിഞ്ഞാൽ ആ ഭാരം ഏതെങ്കിലും ഒരു കുരിശിൽ തറയ്ക്കണം. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന അതാണ്. കാരണം പിള്ളേരെ ഒരു 10-20 വയസ്സ് വരെ വളർത്തി അതിനുശേഷം കൈയൊഴിഞ്ഞു കൊടുക്കണം എവിടെയെങ്കിലും. അതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവർക്ക് അറിയാമോ എന്തിനാണ് അവർ വിവാഹം കഴിക്കണമെന്ന്? ഈ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇനി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് തരത്തിലാണ് വിവാഹം? രണ്ടുപേര് തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ നല്ലവണ്ണം ചിന്തിക്കണം എന്ന് പറയണു. എന്താ ചിന്തിക്കേണ്ടത്? രണ്ടുപേരുടെ ജീവിതം ഒന്നിച്ചു പോകുമ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ മാനസിക അടുപ്പമുണ്ടാകണോ? അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പൊരുത്തങ്ങളാണ് അവർ തമ്മിൽ ഉണ്ടാകേണ്ടത്? അത് പറയുന്നു 220. വിദ്യാവിത്തവയോരൂപ ശീലാദ്യേഷ്യനുരൂപ്യതഃ മിഥാനുരാഗോ ദാമ്പത്യ സ്ഥിത്യൈ സുദൃഢശൃംഖല. വിദ്യാവിത്തവയോരൂപശീലാദ്യേഷു, അതായത് ഒരു പുരുഷനും സ്ത്രീയും ഒരാൺകുട്ടിയും പെൺകുട്ടിയും വിവാഹിതരാകാൻ ആഗ്രഹിക്കുമ്പോൾ അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ വിദ്യ, അറിവ് സമാനമായിരിക്കണം. അതായത് വിദ്യാലയത്തിൽ പോയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളായാലും എഡ്യൂക്കേഷനൊക്കെ ആയാലും ഒരു സമാനമായ വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയിരിക്കണം രണ്ടുപേർക്കും. ഒരാൾ 8ാം ക്ലാസ് തോറ്റവനും മറ്റാൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ജയിച്ചവളും ആ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കലഹം ഉണ്ടാകും, സ്വാഭാവികമാണ്. കാരണം പഠിക്കാത്തവന് ഉണ്ടാകുന്ന ഭാവമാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷബോധം. ഭാര്യ പഠിച്ചവൾ എന്നുള്ള തോന്നൽ കൊണ്ട് ഭാര്യയ്ക്ക് ഇത്തിരി സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും. എവിടെ അപകർഷബോധവും ഉത്കർഷബോധവും തമ്മിൽ ഏറ്റുമുട്ടുന്നു അവിടെ കലഹം ഉണ്ടാകും. അപ്പോൾ 10ാം ക്ലാസ് വരെ പഠിക്കാത്ത ഭർത്താവ് അപകർഷബോധം കൊണ്ട് ഭാര്യയെ എങ്ങനെയാണ് നിയന്ത്രിക്കുക? അടിച്ചൊതുക്കും, കയ്യൂക്ക് കാണിക്കും, വഴക്ക് പറയും, പലതരത്തിൽ ഉപദ്രവിക്കും. ഇപ്പോൾ വിദ്യ സമാനമായാൽ പരസ്പരം ബഹുമാനിക്കും. അതായത് രണ്ടുപേർക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുണ്ടെങ്കിലോ രണ്ടുപേരും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യും, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാകും. ഈ പരസ്പര ബഹുമാനത്തിന് വേണ്ടിയിട്ട് സമാന വിദ്യയുള്ളവരെ ആണ് വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറയും. ഏതൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഗുരു പറയാണ്. ചില ആളുകൾ പറയും ധനമില്ലാത്ത വീട്ടിൽ നിന്നാണെങ്കിലും സുന്ദരിയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ മതി. അങ്ങനെ ചെറുക്കം പറയും. പെൺകുട്ടി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത്
അച്ഛനും അമ്മയും നിരന്തരം വർത്താന, അവളെ വീട്ടിൽ നിന്നൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന്. ഇത് കേട്ട് ആ കുട്ടിക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പം ഇത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സമാന സമ്പത്തുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കണ്ട. അവിടെ കാശുണ്ടെന്ന് ഇവിടെ അറിഞ്ഞാൽ മതി, ഇവിടെ കാശുണ്ടെന്ന് അവിടെ അറിഞ്ഞാൽ മതി, പരസ്പരം അറിഞ്ഞാൽ മതി. ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അവൾക്ക് അവിടെ ഉണ്ട്, അല്ലെ അവനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഉണ്ടായാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. അപ്പം സമാന സമ്പത്തുള്ളവരാണെങ്കിൽ കുഴപ്പമില്ലാതിരിക്കും. കാരണം അവനും വിചാരിക്കും, ഭർത്താവും വിചാരിക്കും, ഇവൾ എന്തെങ്കിലും പറഞ്ഞ് ഇവൾ ഇറങ്ങിപ്പോകും, അവൾക്ക് അവിടെ സ്വത്തുണ്ടല്ലോ, ജീവിക്കാനുള്ളതുണ്ടല്ലോ, അതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോകും. ഇനി ഒന്നുമില്ലാത്തവളാണെങ്കിലോ അവൻ അവളെ ഭീകരമായി മർദ്ദിക്കും, അവൾക്ക് ഒരിടത്തും പോകാനില്ലല്ലോ, ഏത് തരത്തിലും അധിക്ഷേപിക്കും. എപ്പോഴും ഈ സമാനത്വം, വിത്തത്തില്, വെൽത്ത്, സമ്പത്തിൽ ഈ സമാനത്വം ഉള്ളവർ കല്യാണം കഴിക്കുന്നത് നല്ലത്. ഒരാൾ ഒത്തിരി സമ്പത്തും ഒരാൾക്ക് തീരെയില്ല എന്ന് പറയുന്നതും നല്ലതല്ല. ആ പൊരുത്തം കറക്റ്റ് ആവില്ല അവിടെ. ഇപ്പൊ ജോലിയുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ അത്ര നല്ലത്. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഒരാൾ വിധേയമായി കൊടുക്കേണ്ടി വരും, ജോലിയില്ലാത്ത ആൾ വിധേയത്വം ഉണ്ടാക്കേണ്ടി വരും. അതൊക്കെ പിന്നീട് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം അതുകൊണ്ട് വിത്തം ശ്രദ്ധിക്കണം. വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കും. വയസ്സ് ശ്രദ്ധിക്കണം. സ്ത്രീയും പുരുഷനും തമ്മിൽ അധികം വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഒരു 2-3 വയസ്സ്, അതിൽ കൂടുതലൊന്നും വ്യത്യാസം ഉണ്ടാകാതിരിക്കുകയാണ് നല്ലത്. കാരണം സ്ത്രീ പുരുഷനേക്കാളും ഓവർ മെച്യൂറാണ്. അതായത് പുരുഷന് ഒരു 15 വയസ്സിൽ കഴിയുന്ന കാര്യം സ്ത്രീക്ക് 10 വയസ്സിൽ കഴിയും. ചിന്തിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും സ്ത്രീക്ക് കഴിയും. സ്ത്രീയുടെ റെസ്പോൺസിബിലിറ്റി, ഇന്റലിജൻസ്, മെച്യൂരിറ്റി ഒക്കെ പുരുഷനേക്കാൾ കൂടുതലാണ് പലപ്പോഴും. അതുകൊണ്ട് സ്ത്രീക്ക് ഒരു 2-3 വയസ്സ് കുറഞ്ഞാലും വലിയ വിഷമമൊന്നുമില്ല. അപ്പോൾ ഏജ് വളരെ പ്രാധാന്യമുള്ളതാണ്. ഏജ് പണ്ട് കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു 10 വയസ്സ് 15 വയസ്സൊക്കെ ഡിഫറൻസ് ഉള്ള ഒരു കല്യാണം കഴിക്കും. രൂപ, സൗന്ദര്യം. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഹൃദയത്തിലാണെന്ന് പറഞ്ഞാലും സാമൂഹ്യ ജീവിതത്തിൽ ഒരു സൗന്ദര്യമുണ്ട്. സമൂഹം ഓരോരുത്തരെ വിലയിരുത്തുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ. ആ ഒറ്റ നോട്ടത്തിൽ പോകുമ്പോൾ, രണ്ടുപേരും നടന്നു പോകുമ്പോൾ, ഒരാൾ കുരഞ്ഞിരിക്കുന്ന ഒരാൾ വേറെ ആൾ സുന്ദരിയാണ്, ഉടനടി ആളുകൾ എന്തെങ്കിലും അഭിപ്രായം പറയും. ഈ അഭിപ്രായം 2-3 പ്രാവശ്യം ആളുകൾ കേട്ടാലോ, ഇവർ കേട്ടാലോ, ദമ്പതിമാർ, അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാവും, മാനസിക പ്രയാസങ്ങളുണ്ടാകും. അപ്പം സമാന സൗന്ദര്യമുള്ളവർ, രൂപലാവണ്യം, അതും ശ്രദ്ധിക്കണം. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഒരു സമാന സൗന്ദര്യം ഉണ്ടായിരിക്കും നല്ലത് എപ്പോഴും. രണ്ടുപേർക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോം, ആകാരം. ഇനി ഒരാൾ ഒരു 6.5 അടിയായിട്ട് ഒരാൾ 4.25 അടിയായിട്ട് നടന്നു പോകുമ്പോഴാണ് ഒരു പനന്തെങ്ങിൻ്റെ അടിയിൽ ഒരു തയ്യം മുളച്ച പോലെ രണ്ടുപേരും നടന്നു പോകും. അത് കണ്ടാൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അതും പ്രശ്നമാണ്. അത് സമൂഹത്തിൽ സോഷ്യലൈസ്ഡ് ലൈഫിൽ എപ്പോഴും ഒരു മീഡിയം ലെവലിലുള്ള ജീവിതത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് ജീവിക്കുന്നത് ഉത്തമമായിരിക്കും. ചില ആളുകൾക്ക് ഇതിനൊക്കെ ഉല്ലംഘിക്കാൻ കഴിയുന്ന തൊലിക്കട്ടിയും മനസ്ഥിതിയൊക്കെ ഉണ്ട്. അതുള്ളൊരു കുഴപ്പമൊന്നുമില്ല, ജീവിക്കാം. രൂപം കൂടാതെ ഇനി പറയുന്നു ശീലം, ഹാബിറ്റ്, ക്യാരക്ടർ. രണ്ടുപേരുടെയും ക്യാരക്ടർ, സ്വഭാവം നോക്കണം എങ്ങനെയാണെന്ന്. സ്വഭാവത്തിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വഭാവം. ഈ പറഞ്ഞതിനേക്കാളും ഏറ്റവും പ്രാധാന്യമുള്ളതാണ് സ്വഭാവം. പെൺകുട്ടിക്ക് ആഴ്ചയിൽ ഒരു സിനിമ കാണണം. ഇങ്ങേർക്കാണെങ്കിൽ ഈ സിനിമ കാണുന്നത് കലിപ്പാണ്. അപ്പോൾ ഇവള് വാശി പിടിക്കും സിനിമയ്ക്ക് പോകാനായിട്ട്. നീ തനിച്ച് പൊക്കോളാൻ പറയും, ഞാൻ വരില്ല എന്ന് പറയും. 1-2 പ്രാവശ്യമൊക്കെ ഇതാവും. പിന്നെ അവർ തമ്മിലുള്ള അന്തരം, അകൽച്ച
തുടങ്ങും. എപ്പോഴും നോക്കണം, രണ്ടുപേരും സ്ത്രീയും പുരുഷനും തമ്മിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് 1, 2, 3 ദിവസമൊക്കെ ഇരുന്ന് സംസാരിക്കണം. ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, അഭിരുചികൾ, ജീവിത വീക്ഷണങ്ങൾ ഒക്കെ സംസാരിച്ചിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണം, ഒരാൾ മീൻ തൊടില്ല, ഇറച്ചിയും തൊടില്ല, മറ്റൊരാൾക്ക് അത് തന്നെ വേണം, ഞാൻ വെച്ച് തരില്ല എന്ന് പറയും ഭാര്യ. അപ്പം ഭർത്താവ് ആരെ കൊണ്ട് വെപ്പിക്കുന്നത്? ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റുമെന്നും. ഇങ്ങനെ വരികയാണ്. ഈ സ്വഭാവം വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരാൾക്ക് എന്തിനും ഏതിനും സംശയമാണ്. അങ്ങനെ വരികയാണെങ്കിൽ രണ്ടുപേരും ഒത്തുപോകുമോ? പോകില്ല. അപ്പോൾ ജീവിതത്തിൽ സ്വഭാവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ സ്വഭാവങ്ങൾ അറിയണമെങ്കിൽ സംസാരിച്ചാലേ അറിയൂ. പണ്ടത്തെ പോലെ ഒന്നും അച്ഛനമ്മമാർ രണ്ടുപേരെ കണ്ട് കൊള്ളാം, ചെറുക്കനെ കൊള്ളാം, സമ്പത്തും ഉണ്ട് അവർക്ക് ആവശ്യത്തിന്, കെട്ടാം എന്ന് പറയും. കെട്ടി 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ തുടങ്ങും. അപ്പോൾ സ്വഭാവം നോക്കണമെങ്കിൽ ഇവരെ രണ്ടുപേരെയും പരസ്പരം ഇരുത്തി സംസാരിപ്പിക്കണം. അവർ തല്ലിപ്പിരിയാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ തല്ലിപ്പിരിഞ്ഞേക്കണം, കൂടുതലധികം നീട്ടിക്കൊണ്ടുപോകേണ്ട. പിന്നെ അപ്പോൾ പരസ്പരം അറിയാനുള്ള അവസരം കൊടുക്കണം. അതിലൂടെയാണ് അവരുടെ ശീലത്തെക്കുറിച്ച്, ശീലം മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദിഷു, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊരുത്തം കൊണ്ട്, അനുരൂപ്യത, പൊരുത്തം കൊണ്ട്, മിഥഃ, തമ്മിലുള്ള അനുരാഗം, ഏറ്റവും പ്രധാനമുള്ളത് അതാണ്, അനുരാഗം. ഈ അനുരാഗം അവർക്കുണ്ടാകണം. അപ്പോൾ അനുരാഗത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര അനുരാഗം, വിദ്യ, ധനം, വയസ്സ്, സൗന്ദര്യം, ശീലം ഇവയ്ക്ക് യോജിച്ചതാണെങ്കിൽ അത് ദാമ്പത്യത്തിന് യോഗ്യമായിട്ട് ഭവിക്കുന്നു. അനുരാഗം ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടായാലും ഇവർക്ക് സ്നേഹം തോന്നണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ സ്നേഹം തോന്നാതിരിക്കുകയാണെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. കുറച്ച് ദിവസം സംസാരിക്കാൻ കഴിയുമ്പോൾ തന്നെ സ്നേഹം തോന്നണം ഉള്ളിൽ. സ്നേഹം തോന്നുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? കല്യാണം കഴിച്ചിട്ട് പിന്നെ കാര്യമില്ല കല്യാണം കൊണ്ട്. സ്നേഹം തോന്നണം, അനുരാഗം ഉണ്ടാകണം. അതും കൂടി വരുമ്പോൾ വിവാഹം കഴിക്കാം. ഗുരു ഇവിടെ ജാതകം നോക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ പല ആളുകളും ജാതകത്തിൻ്റെ പിന്നിലാണ് പിടിക്കുന്നത്. ഇവിടെ ജാതകം നോക്കാൻ ഗുരു പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? ജാതകത്തിന് അത്ര പ്രാധാന്യതയൊന്നുമില്ല. ജാതകം എന്ന് പറയുന്ന ഒരു അഭ്യൂഹ കണക്കാണ്. ഇതാണ് ഏറ്റവും പ്രാധാന്യം. വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് സ്വഭാവം. ഈ സ്വഭാവം ജാതകത്തിലൂടെ ഗണിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചു നേരം അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് തന്നെയാണ്. പണ്ട് കാലത്ത് അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നക്ഷത്രം വെച്ചിട്ട് സ്വഭാവത്തെ ഗണിക്കാൻ നോക്കുകയാണ്. അത് പരാജയത്തിലും കലാശിക്കാറുണ്ട്. ജാതകം ഗുരു ഇവിടെ ഒരിടത്തും പറയുന്നില്ല പ്രാധാന്യതയോട് കൂടിയിട്ട് വിവാഹത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ ചില മാനദണ്ഡങ്ങൾ ഇനിയും ഗുരു പറയാൻ പോകുന്നുണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്. ഇനി വരുന്ന ഇതിൽ പറയുന്നുണ്ട് ചിലത് മാനദണ്ഡങ്ങൾ എന്ത് വേണമെന്ന്. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കണം. വിദ്യയുടെ തലത്തിൽ സമാനത, വിത്തത്തിൻ്റെ, സമ്പത്തിൻ്റെ തലത്തിൽ സമാനത, വയസ്സിൻ്റെ തലത്തിൽ സമാനത, രൂപലാവണ്യത്തിൻ്റെ തലത്തിൽ സമാനത, ശീലം, സ്വഭാവം ഇതിൻ്റെ തലത്തിൽ സമാനത, അനുരാഗം ഉണ്ടായിരിക്കണം. അനുരാഗം എന്ന് വെച്ചാൽ ലവ് അഫെയർ എന്നല്ല, ഹൃദയത്തിൽ ഒരു സന്തോഷം തോന്നണം. അദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ കുട്ടിയെ കല്യാണം കഴിച്ചാൽ എനിക്ക് അവൾ സ്നേഹം ഉള്ളവളായിട്ടിരിക്കും എന്ന് തോന്നണം. അങ്ങനെ തോന്നുമ്പോഴാണ് ആ കല്യാണം നടക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു.